بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم وأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها. മാന്യ സഹോദരന്മാരെ സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ സഊദ് ഷുറൈമ ചർച്ചക്കെടുത്ത വിഷയം മുസ്ലിം ലോകത്തോട് അൽ-ഇഅ്തിസാം ബിഹബ്ലില്ലാഹ് എന്നതാണ്. അഥവാ ഐക്യത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൽ ആ സകലം മുസ്ലിങ്ങൾ ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നതാണ്. അത് വളരെ മുഖ്യമായ ഒരു വിഷയമാണ്. നാം പലപ്പോഴും ചർച്ച ചെയ്ത വിഷയമാണെങ്കിലും മക്ക ഇമാം ഇന്ന് ചർച്ചക്കെടുത്തതായതുകൊണ്ട് നാം അതിനെക്കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്ത ഭാഗങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി നാം മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് വളരെ മുഖ്യമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച രൂപത്തിലാണ് നമുക്ക് വിജയം കൈവരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു പ്രീതിപ്പെട്ട ജീവിതമാക്കി മാറ്റുവാനും നമ്മുടെ ജീവിതത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ ഐക്യമുണ്ടാവുക എന്നതാണ് മുഖ്യം. അഥവാ ഭിന്നിപ്പില്ലാതിരിക്കുക. ഭിന്നിപ്പ് എന്നത് നമ്മുടെ ശക്തിയെ ക്ഷയിപ്പിക്കുന്നതായ ഒരു മഹാമാരകമായ രോഗമാണ്. അതുകൊണ്ട് തന്നെ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു വിശുദ്ധ ഫുർഖാൻ അളീമിൽ വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങളെല്ലാവരും കൂടി അള്ളാഹുവിന്റെ ഹബിലിനെ ഒന്നിച്ചു പിടിക്കുക എന്ന കൽപ്പന കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബിലാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിന്റെ ഹബിലാകുന്ന ആ കയറാകുന്ന കലിമത്ത് തൗഹീദ്, അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നാം ഏകീകരിക്കുക. പല നിലക്കും നമുക്ക് ഏകീകരിക്കാൻ സാധിക്കും. പക്ഷേ അള്ളാഹു ഉദ്ദേശിക്കുന്ന ഏകീകരണം അത് ആദർശം ക്ലിയറായ ഏകീകരണമാണ്. ആദർശം ക്ലിയറായ ഏകീകരണത്തിൽ കൂടി മാത്രമാണ് നമ്മുടെ ജീവിതത്തെ ആ ഏകീകരണം അനുസരിച്ച് അതിന്റെ ആസ്വാദനം നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ സാധിക്കുന്നത് അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ ഏകീകരിക്കുമ്പോഴാണ്. ഏതുപോലെ നമ്മുടെ നേതാക്കളായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബാക്കൾ ഏകീകരിച്ചതുപോലെ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വഹയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മുആഖാത്ത് ഉണ്ടാക്കാൻ കൽപ്പിച്ചപ്പോൾ അവരുടെ ഇടയിൽ മുആഖാത്ത് ഉണ്ടാക്കിയ അഥവാ അവർ ഏകോദര സഹോദരന്മാരായി ജീവിക്കാനുള്ള ട്രെയിനിങ് മദീനയിൽ വെച്ചിട്ട് അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയപ്പോൾ, ഞാൻ ഈ നിങ്ങളോട് സംസാരിക്കുന്ന ഈ നാട്ടിൽ പണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് പ്രയാസമുണ്ടായ ഒരു മഹാഭാഗമാണ് മുസ്ലിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പ് വന്നു പോകുമോ, മക്കക്കാര് വേറെ, മദീനക്കാര് വേറെ, അൻസാരികൾ വേറെ, മുഹാജിറുകൾ വേറെ, വേർതിരിഞ്ഞ് കാണുക എന്ന ഒരു വർഗീയത വന്നു പോകുമോ എന്ന പേടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടായിരുന്നു. ആ പേടിയെ, ആ ഭയത്തെ നീക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കൽപ്പനയായിരുന്നു മുസ്ലിങ്ങൾ ഏകീകരിക്കുക, തൗഹീദിന്റെ പിന്നിൽ ഏകീകരിക്കുക, അല്ലാഹുവിന്റെ പിടികയറാകുന്ന ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പിടിച്ചുകൊണ്ട് എല്ലാവരും ആദർശത്തിൽ ഏകീകരിക്കുക എന്ന കൽപ്പന കൽപ്പിച്ചു. ആ കൽപ്പന അനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് കുതിക്കാൻ തീരുമാനിച്ച സന്ദർഭത്തിൽ അവർക്ക് അവരുടെ സ്വശരീരത്തെ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെടുത്താൻ സാധിച്ചു. അവരുടെ ജീവിതത്തെ ആസകലം അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെടുത്താൻ സാധിച്ചു. അവർക്ക് അവരുടെ ശത്രുക്കളായ അഥവാ ഇസ്ലാമിന്റെ ശത്രുക്കളായ വിഭാഗത്തോട് ഇസ്ലാമിന്റെ ഐക്യത്തെ മനസ്സിലാക്കി കൊടുക്കലിലൂടെ അവർക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ അത് വളരെ സഹായകമായി തീരുകയും ചെയ്തു. അഥവാ മറ്റു ശത്രു വിഭാഗത്തെ അല്ലെങ്കിൽ ഇസ്ലാമിനെതിരിൽ പ്രവർത്തിക്കുന്നവരെ, നാം ഉൾക്കൊള്ളുന്ന ആദർശം ഉൾക്കൊള്ളാത്തവരെ നാം ഐക്യത്തോടു കൂടിയാണ് ജീവിച്ചുകൊണ്ട് ക്ഷണിക്കുന്നതെങ്കിൽ അവര് പെട്ടെന്ന് അത് സ്വീകരിക്കാൻ തയ്യാറാകും. കാരണം നമ്മളിൽ നാം ഉൾക്കൊള്ളുന്ന ആദർശത്തെ നാം പ്രാവർത്തികമാക്കി അതിനെ പകർത്തി അത് തുറിച്ചു കാണുന്നതാക്കി മാറ്റി എന്നത് മറുവശം കാണുന്ന സന്ദർഭത്തിൽ അവര് അത് ഉൾക്കൊള്ളാൻ തയ്യാറാകും എന്നതാണ്. അതുകൊണ്ട് ഇന്ന് മക്ക ഇമാമ് ഊന്നിപ്പറഞ്ഞ വിഷയമാണ്. ഒന്നാമത്തെ ഖുത്ബയുടെ തുടക്കത്തിൽ തന്നെ മുസ്ലിങ്ങൾ ഐക്യത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി പാടുപെടണം. മുസ്ലിങ്ങൾ എത്ര കണ്ട് ഐക്യത്തോടു കൂടി ജീവിക്കുന്നു അത്ര കണ്ട് അവരുടെ ഈ ജീവിതത്തിൽ അവർക്ക് പുരോഗതി ഉണ്ടാക്കുവാനും അത്ര കണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹീത ജീവിതം അവർക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങാനുള്ള ചുറ്റുപാട് അന്തരീക്ഷം അവർക്ക് ഉണ്ടാക്കിയെടുക്കുവാനും അവർക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിപ്പടുത്തിയതായ ആ റസൂലുള്ളാഹിയുടെ
മക്കയുടെ പരിസരത്തിൽ ജീവിക്കുന്ന സഹാബാക്കൾക്ക് വിശുദ്ധ മദീനയെ മാത്രമല്ല അതിന്റെ പരിസരത്തെയും മക്കയെയും പിന്നെ ജസീറയെയും അറബിയൻ ഭൂഖണ്ഡത്തിനെയും എല്ലാം ഈ ഐക്യത്തിന്റെ പിന്നിൽ, ഈ ഏകദൈവ വിശ്വാസത്തിന്റെ പിന്നിൽ അണിനിർത്താൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ സഹായം അവർക്ക് ലഭിക്കുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കർശനമായ ഭാഷയിൽ നമ്മളോട് പറഞ്ഞ ശൈലിയാണ്, അല്ലെങ്കിൽ കൽപ്പനയാണ്, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. വദ്കുറു നിഅമതല്ലാഹി അലൈക്കും, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. അള്ളാഹ് പറയുന്നു, നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്നതായ അനുഗ്രഹം. ഇത് കുന്തും അദാഅൻ, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പായി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശുദ്ധ തൗഹീദുമായി മക്കയിലേക്ക് പൂജാതനാകുന്നതിന് മുമ്പായി, മക്കയിലേക്ക് വരുന്നതിന് മുമ്പായി, പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി എന്തായിരുന്നു ഇവിടെ സംഭവിച്ചത്? അറബികളുടെ ഇടയിൽ അറബികൾ ഭിന്നിച്ച് ചിന്ന ഭിന്നമായി അങ്ങും ഇങ്ങും ജ്യേഷ്ഠന് അനുജനെ കാണാൻ പറ്റാത്ത, അനുജന് ജ്യേഷ്ഠനെ കാണാൻ പറ്റാത്ത രൂപത്തിലുള്ളതായ യുദ്ധങ്ങളും പോരാട്ടങ്ങളും മത്സരങ്ങളും എല്ലാം നടന്നുകൊണ്ടേ ഇരുന്നതായ ആ അന്ധകാരമാകുന്ന കർമ്മേഘങ്ങൾ കൊണ്ട് മൂടപ്പെട്ടതായ അന്തരീക്ഷത്തിൽ അവർ ജീവിക്കുകയായിരുന്നു. കൊലയും തട്ടിപ്പും വെട്ടിപ്പും അനാചാരവും എല്ലാം അവരുടെ ഇടയിൽ വ്യാപകമായിരുന്നു. അങ്ങനെയുള്ളതായ അന്തരീക്ഷത്തോട് വിടവാങ്ങാൻ ഐക്യത്തോടു കൂടി, മുആഹാത്തോടു കൂടി അള്ളാഹ് പറഞ്ഞതായ ശൈലിയിൽ വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, അള്ളാഹുവിന്റെ ഹബലിനെ, അള്ളാഹുവിന്റെ പിടികയറിനെ നിങ്ങൾ മുറുകെ പിടിക്കുക, ഏകീകരിച്ചുകൊണ്ട് ജമീഅ, ഐക്യത്തോടു കൂടി. ഈ ഭിന്നിപ്പിനെ കുറിച്ച് ഇമാം പറഞ്ഞതിന്റെ ശേഷം പിന്നെ തുടരുകയുണ്ടായി, മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ ആ സകലം അവർ ഐക്യത്തിൽ തന്നെ ജീവിക്കേണ്ടതാണ്. അവരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാവാൻ പാടുള്ളതല്ല. അവരുടെ ഇടയിൽ അവര് ഒറ്റപ്പെട്ട അഭിപ്രായമായും കൊണ്ട് മുന്നോട്ട് വരെ കുതിക്കാൻ പാടുള്ളതല്ല. മറിച്ച് ഒറ്റപ്പെട്ട അഭിപ്രായവുമായിട്ടോ ഒറ്റപ്പെട്ട രൂപത്തിലുള്ള ജീവിതമോ എത്രത്തോളം വസ്ത്രധാരണയിൽ വരെ ഒറ്റപ്പെടാൻ പാടില്ല. മുസ്ലിങ്ങൾ എല്ലാവരും എല്ലാ ഇനങ്ങളിലും എല്ലാ രൂപത്തിലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവർ ഐക്യത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി പാടുപെടണമെന്ന് മക്ക ഇമാം ഒന്നി പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ ജനങ്ങളുടെ ഇടയിൽ വ്യത്യസ്ത രൂപത്തിൽ കാണണമെന്ന, അഥവാ ശാന്തായ രൂപത്തിൽ, വ്യത്യസ്ത രൂപത്തിൽ, മറ്റുള്ളവരിൽ നിന്നിട്ട് വ്യത്യസ്തനായി പ്രകടമാവണമെന്ന രൂപത്തിൽ ഒരാൾ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ, മൻ ലബിസ സൗബ ശുഹറത്തിൻ ഫിദ്ദുനിയ അൽബസഹുല്ലാഹു സൗബ മലദ്ദത്തിൻ യൗമൽ ഖിയാമ, ആരെങ്കിലും ശുഹറത്തിന്റെ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ദ്യതയുടെ വസ്ത്രം പരലോകത്തിൽ ധരിപ്പിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത, ഇമാം അബൂ ദാവൂദ് നസായി റിപ്പോർട്ട് ചെയ്ത റഹ്മത്തുള്ളാഹി അലൈഹിം സഹിഹായ ഹദീസിനെ മക്ക ഇമാം ഉദ്ധരിക്കുകയുണ്ടായി. ഇത് നമ്മുടെ മുമ്പിൽ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ്. കാരണം മുസ്ലിം യുവാക്കളൊക്കെ പല രൂപത്തിലും കൂറുമാറുന്നതായിട്ടും വഴിമാറി നടക്കുന്നതായിട്ടും കാണും. ദഅവത്തിന്റെ പേരിൽ നമുക്ക് വസ്ത്രധാരണയിൽ വരെ ഐക്യമുണ്ടാവണം എന്ന് മക്ക ഇമാം പറയുമ്പോൾ അതിന് അതിൻ്റെതാകുന്ന പ്രാധാന്യമുണ്ട്. പ്രാധാന്യം നാം അർഹിക്കേണ്ടതുമാണ്. കാരണം സുഡാനികളുടെ ഡ്രസ് കേരളക്കാരൻ ധരിച്ചു നടന്നാൽ അത് ഒറ്റപ്പെട്ട എല്ലാവരും ശ്രദ്ധിക്കുന്ന രൂപത്തിലായി മാറുകയും ശുഹ്റത്തിന്റെ വസ്ത്രമായി മാറുകയും, യമൻകാര് ധരിക്കുന്ന സ്പെഷ്യൽ ഡ്രസ് ധരിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നടന്നാൽ അത് ശുഹ്റത്തിന്റെ വസ്ത്രമായി മാറുകയും ചെയ്യും. ഉദാഹരണത്തിന്, അപ്പോൾ വസ്ത്രധാരണയിൽ വരേക്കും നാം മറ്റുള്ളവരിൽ നിന്നിട്ട് വ്യത്യസ്തരായി മാറുന്നതായ ഒരു ശൈലി ഉണ്ടാവാൻ പാടുള്ളതല്ല. മറിച്ച് ഇസ്ലാം ഓരോ നാടുകളിൽ മുസ്ലിങ്ങൾ ധരിക്കുന്ന വസ്ത്രം ഇസ്ലാം പറയുന്ന രൂപത്തിലുള്ള ഇസ്രാഫില്ലാത്ത, തബ്ദീറില്ലാത്ത, പുരുഷന്മാരാവുമ്പോൾ നെരിയാണിക്ക് താഴെ അല്ലാത്ത രൂപത്തിൽ, അപ്രകാരം തന്നെ ഫിറ്റ് വസ്ത്രമാകുന്ന രൂപത്തിലല്ലാത്ത, സ്ത്രീകളാകുമ്പോൾ ആകർഷണീയമായ കളറല്ലാത്ത രൂപത്തിൽ, അതുപോലെ തന്നെ ശരീരം തുറിച്ച് കാണുന്ന രൂപത്തിലല്ലാത്ത രൂപത്തിൽ, പർദ്ദ, ഇസ്ലാമിക പർദ്ദയോടുകൂടി തന്നെ അവർ ധരിക്കുന്നതായ ഭംഗിക്ക് വേണ്ടി ധരിക്കുന്ന വസ്ത്രത്തെ അന്യപുരുഷന്മാരുടെ ഇടയിൽ ഇറങ്ങുന്ന സമയത്തിൽ അവർ അതിനെ മറക്കാൻ വേണ്ടി ജിൽബാബ് ധരിക്കുകയും അതൊക്കെ ഇസ്ലാം കൽപ്പിച്ച രൂപത്തിലായി മാറുമ്പോൾ അതിൽ തന്നെ നമുക്ക് ഐക്യമുണ്ടാക്കാൻ സാധിക്കുന്നു. അതിൽ മറ്റുള്ളവരുടെ ഇടയിൽ ഒറ്റപ്പെട്ടവരായി മാറുന്നതല്ല. അതൊരു ചെറിയ ഉദാഹരണമായിട്ട് മക്ക ഇമാം പറഞ്ഞതാണ്. അപ്പോൾ നാം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിത രീതിയിൽ ഒറ്റപ്പെട്ട രൂപത്തിൽ മാറാതിരിക്കാൻ വേണ്ടി മക്ക ഇമാം ആ കൂട്ടത്തിൽ പറയുകയുണ്ടായി, ചിലരൊക്കെ ആൾക്കാരുടെ ഇടയിൽ വാട്സാപ്പിൽ കൂടി പ്രശസ്തരാവാൻ വേണ്ടി ആരും പറയാത്തതായ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ പറയാൻ നടക്കും. അതുപോലെ ഒറ്റപ്പെട്ടതായ ഫിഖ്ഹി മസ്അലകളൊക്കെ പ്രചരിപ്പിക്കാൻ നടക്കും. അത് എന്താണ് മൂപ്പർ ഉദ്ദേശിക്കുന്നത്? ചിലപ്പോൾ അദ്ദേഹം ശുഹ്റത്താണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ജനങ്ങളുടെ അറിയപ്പെട്ട വ്യക്തിയായി മാറണം, വിദഗ്ധത ഉണ്ടായി തീരണം എന്ന ലക്ഷ്യം
വെച്ചിട്ടായിരിക്കും അവൻ ചെയ്യുന്നത്. ആത്മാർത്ഥതയോടുകൂടി ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കണം, എൽമ പഠിപ്പിക്കണം, എൽമ വ്യാപകമാക്കണം എന്ന ഉദ്ദേശം വെച്ചിട്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഇത് ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ലെങ്കിലും അപകടത്തിൽപ്പെടും. അതുകൊണ്ട് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മുസ്ലിങ്ങൾ ഐക്യത്തോടുകൂടി ഏകദൈവ വിശ്വാസത്തിന്റെ പിന്നിൽ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് അനാചാരങ്ങൾ ഒഴിവാക്കി, ബിദ്അത്തുകൾ ഒഴിവാക്കി, അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് കുതിക്കുന്നതായ ജനാവലിയോടുകൂടി നാം മുന്നോട്ട് കുതിക്കലല്ലാതെ നാം അതിൽ നിന്നിട്ട് വ്യതിരിക്തരായിട്ട് വസ്ത്രധാരണയിലോ അല്ലെങ്കിൽ ചിന്താഗതികളിലോ അല്ലെങ്കിൽ മൻഹജിലോ ഒന്നിലും തന്നെ നാം വ്യത്യസ്തപ്പെടാൻ പാടുള്ളതല്ല. ആ മുസ്ലിം ജനാവലിയോടുകൂടി തന്നെയായിരിക്കണം നാം പോകാൻ വേണ്ടി പരിശ്രമിക്കേണ്ടത്. അഥവാ അവരുടെ കൂടെ വല്ല തെറ്റുകളോ വല്ല പോരായ്മകളോ ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞു നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും നസീഹത്ത് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നല്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുക എന്നത് മഹാ അപകടമാണ്. ഒറ്റപ്പെട്ടാൽ നരകത്തിലും അവനെ ഒറ്റപ്പെടുത്തപ്പെടും എന്നതാണ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആടുകളിൽ നിന്നിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആടുകളെയാണ് ചെന്നായ വേട്ടയാടുക. അതേസമയത്ത് കൂട്ടത്തോടു കൂടി പോകുന്ന ആടുകളിലേക്ക് ചെന്നായ വരികയില്ല. അപ്പോൾ നമ്മുടെ യുവാക്കൾ, നമ്മുടെ യുവതികൾ ഒറ്റപ്പെട്ട അഭിപ്രായവുമായി ഒറ്റപ്പെട്ട ചിന്താഗതിയുമായി വിട്ടുനിൽക്കുന്ന സന്ദർഭത്തിൽ ഇസ്ലാമിക തത്വങ്ങൾ പേരി നടക്കുന്നവർ വേട്ടയാടി കളിയും പെട്ടെന്ന് അതിന് സഹായകമായി മാറുകയും ചെയ്യും എന്നതും ഇന്ന് മക്ക ഇമാം നമ്മെ ഉണർത്തിയതായ വിഷയത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അത് നാം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ഈ ശുസൂദി എന്ന വിഷയം പറഞ്ഞപ്പോൾ മക്ക ഇമാം പ്രത്യേകിച്ച് ഉണർത്തിയതായ ഭാഗമായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വഭോഗം എന്ന പേരിൽ അതിന് ലൈസൻസുമായി നടക്കുന്നതും അത് വളരെ വ്യാപകമായി ലോകത്തിൽ ഇപ്പോൾ കാണുന്നതായ ഒരു ഖേദകരമായ ദുഃഖകരമായ വാർത്തയാണ്. ലോകത്തിൽ പുരോഗതിയിലേക്ക് എത്തി എന്നൊക്കെ വാദിക്കുന്ന രാഷ്ട്രങ്ങളിലെല്ലാം സ്വഭോഗവുമായിട്ട് ജീവിക്കുന്നു. അഥവാ ആണുമായി പെണ്ണുമായുള്ളതായ കല്യാണം കഴിയുന്നതായ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങനെയുള്ള അനിസ്ലാമിക ചിന്താഗതിയുമായിട്ട് നടക്കുന്ന വിഭാഗം ധാരാളമുണ്ട് ലോകത്തിൽ. അപ്പോൾ സ്വവർഗ ഭോഗം നടത്തുക എന്നതായ ഒരു മഹാപാപം, മഹാ തെറ്റ്, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ലോകവ്യാപകമാണ്. അതിലേക്ക് ഇന്ന് മക്ക ഇമാമ സൂചിപ്പിച്ചു. അഥവാ ആണുമായിട്ട് കല്യാണം കഴിക്കുക, പെണ്ണുമായി കല്യാണം കഴിക്കുക എന്നതായ ഒരു മഹാപാപമാണ്. ഇങ്ങനെയുള്ള ഒരു മഹാപാപം പണ്ടൊരു കാലഘട്ടത്തിൽ ലോകത്തിലൊരു വിഭാഗത്തിൽ ഉണ്ടായതിനെ കുറിച്ച് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു സൂചിപ്പിക്കുന്നു. അങ്ങനെയുള്ള വിഭാഗത്തിനോട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു വളരെ കർശനമായ ഭാഷയിൽ അവരോട് സംസാരിക്കുകയും അവരിലേക്ക് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ നിയോഗിക്കുകയും അവർക്ക് ബോധനം നൽകുകയും അവർ കൂട്ടാക്കാതിരുന്ന സന്ദർഭത്തിൽ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനോട് അവരുടെ കുടുംബവുമായി അഥവാ മുസ്ലിമായ കുടുംബവുമായി അവരോട് നാടുവിടാൻ വേണ്ടി കൽപ്പിക്കുകയും എന്നിട്ട് ഈ വർഗ ഭോഗം നടത്തുന്നതായ വിഭാഗം അഥവാ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച പുരുഷ ബന്ധം നടത്തുന്നതായ വിഭാഗത്തെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ലോകത്തിൽ അതുവരെ ആരെയും നശിപ്പിക്കാത്ത രൂപത്തിൽ, അതിനുശേഷവും ആരെയും നശിപ്പിക്കാത്ത രൂപത്തിൽ ഒരു സ്പെഷ്യൽ അദാബ് ഇറക്കിയിട്ട് അള്ളാഹു അവരെ നശിപ്പിക്കുകയുണ്ടായി. അവര് ഫിത്രത്തിന്റെ അഥവാ പ്രകൃതി ജീവിതത്തിന് വിപരീതമായ ജീവിതം നയിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചപ്പോൾ ആ പ്രകൃതി ജീവിതത്തിന് വിപരീതമായ രൂപത്തിൽ തന്നെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഭൂമിയുടെ അവർ ജീവിച്ച മേൽഭാഗത്തെ അതിനെ അള്ളാഹു താഴ്ഭാഗമാക്കി മാറ്റുകയും ചെയ്തു. അള്ളാഹു പറയുന്നു, ഫലമ്മാ ജാഅ അംറുനാ, നമ്മുടെ കൽപ്പന വന്നപ്പോൾ അഥവാ നമ്മുടെ അദാബ് ഇറങ്ങിയപ്പോൾ ജഅൽനാ ആലിയഹാ സാഫിലഹാ, നാം അവർ ജീവിച്ചതായ നാട്ടിന്റെ മേൽഭാഗത്തെ താഴ്ഭാഗമാക്കി മാറ്റുകയും ചെയ്തു. വംതർനാ അലൈഹാ ഹിജാറത്തൻ മിൻ സിജ്ജീൽ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് വളരെ ശക്തിയായ ശിക്ഷ, ആർക്കും അതുവരെ ഇറക്കാത്ത രൂപത്തിലുള്ളതായ ശിക്ഷ അട്ടിയായി ചൂള വെച്ചതായി ഇഷ്ടിക കല്ലുകളുമായി അവരെ എറിഞ്ഞിട്ട് അവർ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നശിപ്പിക്കുകയുണ്ടായി. ഇന്നകും ലതമുറൂന അലൈഹിം മുസ്ബിഹീൻ. ആദ്യമായിട്ട് അല്ലാഹു ചോദിച്ച ചോദ്യം, അതൂന ദുക്റാന മിനൽ ആലമീൻ, നിങ്ങൾ മനുഷ്യന്മാരിൽ നിന്നിട്ട് പുരുഷന്മാരിലേക്ക് എന്തിനു ചെല്ലുന്നു? നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീകളില്ലേ? മഹാനായ ലൂത്ത് നബി അലൈഹി ഇസ്ലാം വരെ പറഞ്ഞു, എന്റെ മക്കളെ നിങ്ങൾക്ക് ഞാൻ കെട്ടിച്ചു തരാം, നിങ്ങൾ എന്റെ അതിഥികളെ ആക്രമിക്കരുത് എന്നൊക്കെ മലക്കുകൾ സുന്ദരരായ പുരുഷന്മാരുടെ കോലത്തിൽ വന്ന സന്ദർഭത്തിൽ അവരിലേക്ക് ഈ വിഭാഗം, ഈ അക്രമികൾ, ഈ പരാക്രമികൾ ചെന്നതായ സന്ദർഭത്തിൽ മഹാനായ ലൂത്ത് നബി അലൈഹി ഇസ്ലാം സംസാരിച്ച ശൈലിയും ഇവിടെ സ്മരണീയമാണ്. ഖുർആനിലൊക്കെ പലയിടങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച് പറഞ്ഞ സംഭവമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്ന ശൈലിയാണ് നമ്മളോട് ചോദിക്കുകയാണ്, ഇന്നകും ലതമുറൂന അലൈഹിം മുസ്ബിഹീൻ, അവരുടെ അടുക്കലേക്ക് അഥവാ ആ നാട്ടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അട്ടിമറിച്ച നാട്ടിനെ ഖിയാമത്ത് നാൾ വരെ ലോകത്തിന് ദൃഷ്ടാന്തമായി നിലനിർത്തിയിട്ടുണ്ട്.
ഇവിടെ ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെയുള്ളതായ ഈ പരാക്രമം നടത്തുന്ന പുരുഷ പുരുഷ ബന്ധം, സ്ത്രീ സ്ത്രീ ബന്ധം പോലത്തതായ തൊള്ള കൊണ്ട് പറയാൻ വരെ നമുക്ക് ലജ്ജ തോന്നുന്ന, പിന്നെ പ്രവർത്തിക്കുന്ന കാര്യം പറയേണ്ടതില്ലല്ലോ, അത്രയും മഹാ പാപത്തെ ചെയ്തു കൂട്ടുന്ന ആ വിഭാഗത്തിന് പാഠമാവാൻ വേണ്ടി റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു അവരുടെ നാടിനെ തന്നെ മറിക്കുകയും അതിനെ അവിടെ തന്നെ നിലനിർത്തുകയും ആ അത്ഭുതത്തെ ഖിയാമത്ത് നാൾ വരെ ജനങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ അതൊരു പാഠമാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അള്ളാഹ് ചോദിക്കുന്നത്, ഇന്നക്കും ലതമുറൂന അലൈഹിം മുസ്ബിഹീൻ, നിങ്ങൾ രാവിലെയാകുമ്പോൾ അവരുടെ നാട്ടിൽ കൂടി വിട്ടുകിടക്കുന്നില്ലേ, രാവിലെയും അതുപോലെ ഒബില്ലൈലി രാത്രിയും നിങ്ങൾ വിട്ടുകിടക്കുന്നില്ലേ. ഇവിടുന്ന് മക്കക്കാര് ഈ നാട്ടിൽ ജസീറയിൽ ജീവിക്കുന്നവര് ആ നാടുകളിലേക്ക് യാത്ര ചെയ്യാറുണ്ടായിരുന്നു ബിസിനസിന് വേണ്ടി. ആ യാത്രയിലേക്കാണ് റബ്ബിന്റെ സൂചന. എന്നിട്ട് ചോദിക്കുകയാണ്, അഫലാ തഅഖിലൂൻ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, നിങ്ങൾക്ക് ചിന്തിച്ചൂടെ ഇത്തരം അപകടങ്ങളിൽ പെട്ടുപോയ വിഭാഗത്തിനെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു സൃഷ്ടിച്ച ശിക്ഷയുടെ രൂപത്തെ നിങ്ങൾ ഓർക്കുമ്പോൾ, നിങ്ങൾ കാണുമ്പോൾ, അവരുടെ നാട്ടിൽ നിന്നിട്ട് അവരുടെ അന്തരീക്ഷത്തിൽ നിന്നിട്ട് അവരെ സൃഷ്ടിച്ച ശിക്ഷയിൽ നിന്നിട്ട് നിങ്ങൾക്ക് പാഠം പഠിച്ചൂടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പോൾ ഇന്ന് മക്ക ഇമാം പറഞ്ഞതായ മുസ്ലിങ്ങൾ ഐക്യത്തോടു കൂടി ജീവിക്കണം, അവരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാവാൻ പാടുള്ളതല്ല, അവരുടെ ഇടയിൽ ഒറ്റപ്പെട്ടു പോവുക എന്നത് സംഭവിക്കാൻ പാടുള്ളതല്ല. അതാണ് ശുദൂദി എന്ന് പറയുന്നത്. ഈ ഒറ്റപ്പെടുക എന്നത് പറയുമ്പോൾ അതിന്റെ പല ഇനങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി, അഥവാ മക്ക ഇമാം പറയുകയുണ്ടായി. അക്കൂട്ടത്തിൽ പറഞ്ഞതാണ് സ്വവർഗ ഭോഗം നടത്തുന്നതായ വിഭാഗമാകുന്ന ആ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലക്കാരുടെ ആ മഹാപരാക്രമത്തിലേക്ക് സൂചന നൽകി. അവർ അല്ലാഹു ശിക്ഷിച്ചതായ ശിക്ഷയിലേക്കും മക്ക ഇമാം സൂചന നൽകുകയുണ്ടായി. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം ഇത്തരം കാര്യങ്ങൾ കാണുന്ന വേളയിൽ അതിനെ എതിർക്കുവാനും അഥവാ അങ്ങനെയുള്ള വിഭാഗത്തെ ഉപദേശിക്കുവാനും അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ എന്നത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏത് കാലഘട്ടത്തിലും ഇങ്ങനെയുള്ളതായ മാരകമായ രോഗം മനുഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മുസ്ലിങ്ങളുടെ ഇടയിലും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. മുസ്ലിങ്ങളിൽ നിന്നുള്ള ധാരാളം യുവാക്കൾ പല പല നാടുകളിലായിട്ട് ഇങ്ങനെയുള്ള അപകടത്തിൽ പെട്ടുപോയതായിട്ട് നാം കാണുന്നു. മറ്റുള്ളവരുടെ സത്യനിഷേധികളുടെ ഈ മതവുമായിട്ട് ബന്ധമില്ലാത്തവരുടെ നാടുകളിലേക്ക് അതിനൊക്കെ ലൈസൻസ് കൊടുക്കുന്നുണ്ട്, പണ്ട് തന്നെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ അത് മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ വ്യാപകമായിക്കൊണ്ടേ ഇരിക്കുന്നതായ മഹാ അപകടമാണ്. അതിൽ നിന്നിട്ട് മോചനം നേടാൻ വേണ്ടി പാടുപെടണമെന്ന് മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഏത് രൂപത്തിലും മുസ്ലിങ്ങളുടെ ഇടയിൽ അനൈക്യമില്ലാതിരിക്കാൻ വേണ്ടിയും ഞാൻ ഈ കാര്യം ചെയ്താൽ, ഈ മസ്അല ചോദിച്ചാൽ, ഈ തർക്കം തർക്കിച്ചാൽ, ഈ ഒറ്റപ്പെട്ടതായ അഭിപ്രായം കൊണ്ടുവന്നാൽ, ഈ ആരും ധരിക്കാത്ത വസ്ത്രം ധരിച്ചാൽ അപ്പോൾ എനിക്ക് ജനങ്ങളിടയിൽ അറിയപ്പെടാൻ സാധിക്കും. ഖാലിഫ് തുറഫ് എന്ന അറബിയിൽ പറയാറുണ്ട്, നീ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് ജീവിച്ചാൽ നീ പ്രശസ്തനായി മാറും എന്ന്. അങ്ങനെയുള്ളതായ വടക്ക് ചിന്താഗതിയുമായി ജീവിക്കുന്നവൻ ശ്രദ്ധിക്കുക, ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹീത നോട്ടം അവനെ നോക്കുന്നതല്ല. അവൻ നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ തോബു ഷൂറ ധരിച്ചവൻ നിന്യതയിൽ നിന്നിട്ട് നിന്യതയിലേക്ക് ആണ്ടുപോകുന്നതാണ് പരലോകത്തിൽ എന്നാണ് നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ വാക്ക് അല്പം മുമ്പ് കേട്ടത്. അതുപോലെ തന്നെ ഇന്ന് മദീന ഇമാം പ്രസംഗത്തിൽ വളരെ വിശാലമായ ഇസ്ലാമിന്റെ പല പല വിധിവിലക്കുകളെ പല ശൈലിയിലായി ഡോക്ടർ അഹമ്മദ് താലിബ് ഇബ്നു ഹമയ്യിദ് നീട്ടിവലിച്ചു പറയുകയുണ്ടായി. അതിൽ ആദ്യമായിട്ട് തന്നെ അദ്ദേഹം ഉണർത്തിയത് മുസ്ലിങ്ങൾ മുഹ്സിനീങ്ങളായിരിക്കണം എന്നതാണ്. മുഹ്സിനീങ്ങൾ എന്നതിന്റെ ആദ്യ ഭാഗം മാത്രം നമുക്ക് പറയാം, കാരണം ധാരാളം തലക്കെട്ടുകൾ അദ്ദേഹം നൽകിയും കൊണ്ട് നീട്ടിവലിച്ച് സംസാരിച്ചതായിരുന്നു. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അള്ളാഹുവിനെ നീ ആരാധിക്കുക, അള്ളാഹുവിനെ നീ കാണും പോലെ, അള്ളാഹുവിനെ നീ കാണും പോലെ. ഫഇല്ലം തകുൻ തറാഹു, നീ അവനെ കാണുന്നില്ലെങ്കിൽ ഫഇന്നഹു യറാക, അവൻ നിന്നെ കാണുന്നുണ്ട്. ഇത് ഇഹ്സാന്റെ ഏറ്റവും ഉയർന്ന ഗ്രേഡാണ് ഒരു മനുഷ്യൻ നമസ്കരിക്കുന്ന വേളയിൽ. അതുപോലെ തന്നെ അവന്റെ ജീവിതത്തിൽ ആ സകലം എന്നെ റബ്ബ് വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിന്റെ മുർസലുകൾ അഥവാ മലക്കുകൾ എന്നെ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. റബ്ബുൽ ഇസ്സത്ത് എന്നെ കാണുന്നുണ്ട്, എന്റെ ഹൃദയത്തിൽ ഉദിക്കുന്നത് വരെ അവൻ അറിയുന്നുണ്ട് എന്നത് മനസ്സിലാക്കി ജീവിക്കുന്ന വേളയിൽ അവന് മുഹ്സിനായി ജീവിക്കാൻ സാധിക്കുന്നു. നമുക്ക് ഇവിടുന്ന് മരണപ്പെടേണ്ടതുണ്ട്, നമുക്ക് ഖബറിലേക്ക് ചെല്ലേണ്ടതുണ്ട്, അവിടെയും ചോദ്യമുണ്ട്. പരലോകത്തിലേക്ക് ചെല്ലേണ്ടതുണ്ട്, അവിടെയും ചോദ്യമുണ്ട്. ഇതൊക്കെ മദീന ഇമാം സംസാരിച്ച ശൈലിയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായ അഹ്കാമുകളുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് ഹലാൽ ഏത് ഹറാമി എന്ന് വളരെ പ്രകടമായ രൂപത്തിൽ പറഞ്ഞു തന്നതായ കാര്യങ്ങളുണ്ട്. അതല്ലാതെ ചർച്ചയ്ക്ക് വിധേയമായ പല വിഷയങ്ങളുണ്ട്. ആ ചർച്ചയ്ക്ക് വിധേയമായ വിഷയങ്ങളെ നാം വിട്ടു നിൽക്കുക. ശുബ്ഹാത്തുകൾ നിന്നിട്ട് ഒരാൾ വിടവാങ്ങിക്കഴിഞ്ഞാൽ, അതിൽ നിന്നിട്ട് ഒഴിവായി കഴിഞ്ഞാൽ, അത് പ്രവർത്തിക്കാതിരിക്കുന്നാൽ
അത് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അവന്റെ ദീനിനെ അവൻ സംരക്ഷിച്ച ആളായി മാറി. അവന്റെ ദീനിനെ, അവന്റെ ആദർശത്തെ അവൻ സംരക്ഷിച്ച ആളായി മാറി. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇത് ഹലാൽ, അത് ഹറാം, ഒരു വിഭാഗം അത് ശിർക്കാണെന്ന് പറയുന്നു, മറ്റൊരു വിഭാഗം ശിർക്കല്ല എന്ന് പറയുന്നു. അപ്പോൾ ശിർക്ക് എന്ന് പറയുന്നവരുടെ കൂടെ ധാരാളം തെളിവുകളുണ്ട്, മറ്റുള്ളവരുടെ കൂടെ തെളിവില്ല. അപ്പോൾ നാം എന്ത് വേണം? നമ്മുടെ ആദർശത്തെ സംരക്ഷിക്കാൻ, നമ്മുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ നാം ശുബ്ഹാത്തുകൾ വിട്ടു നിൽക്കുക. ഇനി ഹറാമാണെന്ന് പറയുന്ന കാര്യമാണെങ്കിലും ഒരു വിഭാഗം ജായിസാണെന്ന് പറയുമ്പോൾ മറ്റൊരു വിഭാഗം ഹറാമാണെന്ന് പറയുന്നു. എന്നാലും നാം ശ്രദ്ധിക്കുക, തെളിവുകൾ ഹറാമെന്ന് പറയുന്നവരുടെ കൂടെയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത്തരം ശുബ്ഹാത്തുകളെ, അത്തരം നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വന്നു പോകുന്നതായ ശുബ്ഹാത്തുകളെ വിട്ടുനിൽക്കൽ നമ്മുടെ ആദർശത്തെ സംരക്ഷിക്കാൻ അത് സഹായകമാകും. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അതുകൊണ്ട് ഫൽ ഇസ്മത്തു ബിൽ ഇസ്ലാം, നമ്മുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കൽ അത് ഇസ്ലാമിൽ അടിയുറച്ച് ജീവിക്കലിലൂടെയാണ്. അള്ളാഹു ശുദ്ധനാണ്. അള്ളാഹു ശുദ്ധിയുള്ളതിനെ മാത്രമേ അള്ളാഹു നമ്മിൽ സ്വീകരിക്കുള്ളൂ. അതുകൊണ്ട് നാം ശുദ്ധിയുള്ളതായ ഭക്ഷണം കഴിക്കുക, ശുദ്ധിയുള്ളതായ പാനീയം കഴിക്കുക, ശുദ്ധിയുള്ളതായ ആത്മാവായി മാറാൻ വേണ്ടി പാടുപെടുക. അതുപോലെ തന്നെ നാം കഴിഞ്ഞ മക്ക ഇമാം സംസാരിച്ച ഖുതുബയിൽ നിങ്ങൾ കേട്ടതുപോലെ ഒറ്റപ്പെട്ട അഭിപ്രായവുമായി നിൽക്കരുത്, മറിച്ച് എന്ന് മാത്രമല്ല തർക്കിക്കാനും നിൽക്കരുത്. നാം നമ്മുടെ പണ്ഡിതന്മാരോട് നമുക്ക് ഇൽമ പഠിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ചോദിക്കുക, അല്ലാതെ പണ്ഡിതനെ പരിശോധിക്കാനോ അല്ലെങ്കിൽ നീ ഒരു നല്ല അറിയുന്ന ആളാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വരുത്തി തീർക്കാൻ വേണ്ടിയോ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ നിൽക്കരുത്. നിന്റെ ജീവിതത്തിൽ ആ സകലം നീ ഇഹ്സാൻ ചെയ്യുക. നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് സംരക്ഷിച്ച് ജീവിക്കുക, അള്ളാഹ് നിന്നെ സൂക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്നതായ എല്ലാ സംഭവവികാസങ്ങൾ, ഇവിടെ പുതുതായി വന്നുകൊണ്ടിരിക്കുന്നതായ രോഗങ്ങൾ, അത് പകർച്ചവ്യാധിയാവട്ടെ അല്ലാത്തതാവട്ടെ, ഇതെല്ലാം അള്ളാഹുവിന്റെ ഖദറിൽ കൂടി സംഭവിക്കുന്നതാണ്. അള്ളാഹുവിന്റെ സഹായം ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് മാത്രമാണ്. ക്ഷമ കൈക്കൊള്ളാത്ത വെപ്രാളത്തോടു കൂടി ജീവിക്കുന്ന വിഭാഗത്തിന് അള്ളാഹുവിന്റെ സഹായം ഇറങ്ങുന്നതല്ല. എന്ത് പ്രയാസമുണ്ടെങ്കിലും പ്രയാസത്തിന്റെ കൂടെ എളുപ്പം ഉണ്ടാവുക തന്നെ ചെയ്യും എന്നത് ഓർക്കണം. അതുകൊണ്ട് ക്ഷമ കൈകൊള്ളുക എന്ന ആ പദപ്രയോഗം ഇന്ന് മദീന ഇമാം പറയുമ്പോൾ വളരെ അദ്ദേഹം ഊന്നിപ്പറഞ്ഞ ഭാഗം ഇന്ന് നമ്മൾ വിട്ടുകടന്നു പോകുന്നതായ, നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുന്നതായ ഈ മാരകമായ രോഗത്തിൽ പലരും അപകടത്തിൽപ്പെട്ടവരുണ്ട്, പലരും ആ രോഗം പിടിപെട്ട് മരിച്ചവരുണ്ട്, പലരും ആ രോഗത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അത് കാരണത്താൽ ആർക്കും ഒരു വെപ്രാളം ഉണ്ടായി പോകരുത്, മറിച്ച് അതിന്റെ മുമ്പിൽ ക്ഷമ കൈകൊള്ളാൻ വേണ്ടി പാടുപെടേണ്ടതാണ്. അങ്ങനെ ക്ഷമ കൈകൊള്ളുന്ന സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹം അവനെ പൊതിയുന്നു, അവന് പ്രതിഫലം ലഭിക്കുന്നു, അവന് കൂലി ലഭിക്കുന്നു, അവന്റെ ഗ്രേഡ് വർദ്ധിക്കുന്നു. നോക്കുക, മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹിസ്റ്ററി. അദ്ദേഹം ഹജ്ജത്തുൽ വദാഇൽ അദ്ദേഹത്തിന് മക്കയിൽ വെച്ചിട്ട് രോഗം പിടിപെട്ടു. അങ്ങനെ മദീനയിലേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയുണ്ടായി. അദ്ദേഹത്തിന് ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹം ഈ രോഗത്തിൽ ഞാൻ മരിച്ചു പോകുമെന്ന് അദ്ദേഹത്തിന് തോന്നുകയുണ്ടായി. അങ്ങനെ വസിയത്ത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഈ കുട്ടിക്കുള്ള അവകാശം മാറ്റി വെച്ചിട്ട് ഞാൻ മുഴുവനും വസിയത്ത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ചെയ്യരുത്, അങ്ങനെ പാടുള്ളതല്ല. നിങ്ങൾ 3 ഭാഗം മാത്രം നിങ്ങൾ വസിയത്ത് ചെയ്താൽ മതി, അത് തന്നെ കൂടുതലാണ്. ബാക്കിയുള്ളത് അവിടെ വിട്ടേക്കുക, അത് അതിന്റെ അവകാശികൾ എടുത്തോളും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ഇവിടെ നിന്ന് പഠിക്കേണ്ട പാഠം എന്താണ്? മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു ആ രോഗത്തിൽ മരിക്കുമെന്ന് തോന്നിയ മഹാവ്യക്തിത്വത്തെ അല്ലാഹ് വീണ്ടും ജീവിപ്പിച്ചു. എത്ര കൊല്ലം? 45 കൊല്ലം വീണ്ടും ജീവിച്ചു. എന്നിട്ടോ ഒരു പെൺകുട്ടി മാത്രം ഉണ്ടായത് അദ്ദേഹത്തിന് 17 ആൺകുട്ടികളും 12 പെൺകുട്ടികളും പിന്നെ ഉണ്ടായി എന്നതാണ് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി പറയുന്നത്. അതുപോലെ തന്നെ മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം പെട്ടെന്ന് ബോധശയായി വീഴുന്നതായ ഒരു മഹാപ്രയാസം ഉണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒതു പിടിച്ചിട്ട് വെള്ളം അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് കൊടയുകയും അദ്ദേഹത്തിന് സുഖപ്പെടുകയും ചെയ്തു. പക്ഷേ ഈ പ്രയാസം ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഞാൻ കലാലത്താണ്, അഥവാ എനിക്ക് അനന്തരാവകാശികളില്ല എന്ന രൂപത്തിൽ സംസാരിച്ചു. വസിയത്തിനെ കുറിച്ച് സംസാരിച്ചു. മരിച്ചു പോകുമോ എന്ന് അദ്ദേഹത്തിന് തോന്നി. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വേണ്ടി അപ്പോഴാണ് ഈ കലാലത്തിന്റെ അനന്തരാവകാശം ഇല്ലാത്തവരുടെ സമ്പത്തിനെ കുറിച്ചുള്ളതായ ആയത്ത് ഇറങ്ങുന്നത്. പറഞ്ഞു വരുന്നത് മഹാനായ ആ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു ഈ സംഭവം കഴിഞ്ഞ ശേഷം പിന്നെ 70ഓളം വർഷമാണ് ജീവിച്ചത്. പറഞ്ഞു വരുന്നത് നാം വെപ്രാളപ്പെടാൻ പാടുള്ളതല്ല. അള്ളാഹുവിന്റെ കയ്യിലാണ് എല്ലാം എന്ന് നാം വിശ്വസിക്കണം. അള്ളാഹുലേക്കെല്ലാം വരവേൽപ്പിക്കണം. നാം ക്ഷമ കൈകൊള്ളണം. തീർച്ചയായിട്ടും അള്ളാഹിന്റെ വിധി മാത്രമേ ഇവിടെ വരികയുള്ളൂ. നാം തീരുമാനിച്ച തീരുമാനം ഒന്നും ഇവിടെ നടക്കുന്നതല്ല എന്ന ആ കെട്ടുറപ്പ് വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. വമൻ ആമന ബില്ലാഹി ഇസ്തഖാം, ഒരാൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവന് മുസ്തഖീമായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകും. മൻ ഇഹ്തദ ഫഇന്നമാ യഹ്തദി
അഹ്ദി നഫ്സി, ഒരാള് സന്മാർഗത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവൻ സന്മാർഗത്തിലേക്ക് ചെല്ലുന്നത്, സന്മാർഗിയായി മാറുന്നത് അവന്റെ സ്വന്തം നഫ്സിനെ നന്നാക്കാൻ വേണ്ടിയാണ്, നഫ്സിനെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ്. അവനാണ് അതുകൊണ്ട് ഫലം. അതുകൊണ്ട് നാം എന്ത് ചെയ്യുക? നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മുടെ ആത്മാവിനെ ക്ലിയർ ആക്കാൻ വേണ്ടി, അതിന് ശുദ്ധിയായ ആത്മാവായി വളരാൻ വേണ്ടി നാം പാടുപെടുക. അതിനനിവാര്യമാണ് ഖുർആൻ പാരായണം ചെയ്യുക. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇസ്തിഖാമത്ത് ഉണ്ടാക്കാൻ സഹായകമാകും. ഖുർആൻ പാരായണം ചെയ്യുക എന്ന് ഞാൻ പറയുമ്പോൾ ചിലർക്ക് തോന്നും, പ്രത്യേകിച്ച് അറബി ഭാഷ അറിയാത്തവർക്ക്, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എന്താണ് അതുകൊണ്ട് നേട്ടം നേടാൻ പോകുന്നത്? അതേ നേട്ടം നേടാൻ ഏറ്റവും അനിവാര്യമായ രൂപം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ ചിന്തിച്ച് ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ ഓതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അറബി ഭാഷ അറിയാത്ത വ്യക്തിയാണെങ്കിൽ പരിഭാഷ മുമ്പിൽ വെച്ചിട്ട് വായിക്കുക. എന്തുകൊണ്ട്? റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു നമ്മളോട് പറഞ്ഞത് ഈ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് എന്തിനു വേണ്ടിയാണ്? യതദബ്ബറു, അത് ചിന്തിക്കുന്നവർ ചിന്തിക്കാൻ വേണ്ടിയാണ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി, ഖുർആനിനെ നാം ചിന്തിക്കുന്നവർക്ക് വേണ്ടി വളരെ ലളിതമായ രൂപത്തിൽ ഇറക്കി, അതിനെ എളുപ്പമാക്കി ഇറക്കി, എളുപ്പമായ ഭാഷയിൽ ഇറക്കി. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, അല്ലാഹ് മാടി വിളിക്കുന്നു, ഫഹൽ മിൻ മുദ്ദക്കിർ, ആരുണ്ട് ഈ ചിന്തിക്കാൻ വരുന്നവര്, ആരുണ്ട് ഓർക്കാൻ വേണ്ടി വരുന്നവര്? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പലയിടങ്ങളിലായി ഖുർആനിനെ ചിന്തിച്ച് പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ ശൈലിയുണ്ട്. അപ്പോഴാണ് അതിലൂടെ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴാണ് അതിലൂടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയൊക്കെ എന്തൊക്കെ വിധികൾ പറയുന്നു, എവിടൊക്കെ എന്തൊക്കെ വിലക്കുകൾ പറയുന്നു എന്നത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മദീന ഇമാം തുടരുന്നു, വകുനൂ ഇബാദല്ലാഹി ഇഖ്വാനാ. നാം മക്ക ഇമാമിൽ നിന്നിട്ട് കേട്ടതായ അതേ ദുനിയാണ്. എന്താണത്? നിങ്ങൾ ഏകോദര സഹോദരന്മാരായി ജീവിക്കുക, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ഏകോദര സഹോദരന്മാരായി ജീവിക്കുക. വഅസി ഹവാക, നിന്റെ ദേഹേച്ഛയെ അനുസരിക്കാതിരിക്കുക. വത്തബിഅ സബീല മൻ അനാബ്, അള്ളാഹുവിലേക്ക് മടങ്ങിയ അള്ളാഹു റസൂലിന്റെ പിന്നിലാണ് നടന്ന വിഭാഗത്തിന്റെ പിന്നിലാണ് നടക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നാം അല്ലാഹു റസൂലിന്റെ പിന്നിൽ നടക്കണമെന്ന് പറയുമ്പോൾ അല്ലാഹു റസൂലിന്റെ ജീവിതം നാം മനസ്സിലാക്കി ആ ജീവിതം നമ്മുടെ ജീവിതമാക്കി മാറ്റലും, അള്ളാഹുവിനെ നാം സ്നേഹിക്കലും സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കലും. അതേ, തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ റസൂലിനെ നാം സ്നേഹിക്കുന്നതിൽ അത് നമ്മുടെ ശരീരത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കണമെന്നാണ് പറഞ്ഞത്. മുസ്ലിം ലോകം അങ്ങനെയാണ് സ്നേഹിക്കുന്നത്. ആ സ്നേഹം നാം പ്രകടമാക്കേണ്ടത് ഏത് രൂപത്തിലാണ്? അത് ജനങ്ങളെ ദ്രോഹിക്കലിലൂടെയല്ല, ജനങ്ങളെ മർദ്ദിക്കലിലൂടെയല്ല. ആരെങ്കിലും ഇസ്ലാമിനെതിരായിട്ട് ബാംഗ്ലൂരിൽ സംഭവിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ, ആരെങ്കിലും ആക്ഷേപിച്ചാൽ, ആരെങ്കിലും ശകാരിച്ചാൽ, റസൂലുള്ളാഹി നമ്മെ വളർത്തിയതായ ആ നല്ല റഹ്മത്തുൽ ആലമീനായ നബിയുടെ ആ അനുഗ്രഹീത പുരുഷന്റെ അനുയായികളാണ് എന്നത് നമ്മുടെ പ്രവർത്തനം തുറിച്ചു കാട്ടണം. അഥവാ നാം പരാക്രമികളായി മാറാൻ പാടുള്ളതല്ല, നാം നിരപരാധികളെ ആക്രമിക്കാൻ പാടുള്ളതല്ല, നിരപരാധികളെ ദ്രോഹിക്കാൻ പാടുള്ളതല്ല. ഏത് മതത്തിൽപ്പെട്ടവരായിരുന്നാലും വിരോധമില്ല. കാരണം നാം ഇവിടെ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് മാതൃകാ പുരുഷന്മാരായിട്ടാണ്, അല്ലെങ്കിൽ മാതൃകയുള്ളവരായിട്ടാണ്. നിങ്ങളെ ഞാൻ സൃഷ്ടിച്ച് തന്നെ മറ്റു ഉമ്മത്തുകളുടെ മുമ്പിൽ മാതൃകയുള്ളവരായി മാറാൻ വേണ്ടിയാണ് എന്നാണല്ലോ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു പറഞ്ഞത്. അപ്പോൾ നാം മാതൃകയുള്ളവരായി മാറേണ്ടത് എങ്ങനെയാണ്? റസൂൽ ജീവിച്ച ജീവിതം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജീവനെ വധിക്കുന്ന കാര്യത്തിൽ അങ്ങേയറ്റം ലോകത്തോട് ആഹ്വാനം ചെയ്ത ഖുർആനിന്റെ ആയത്ത് ലോകത്തിന് മുമ്പിൽ പ്രചരിപ്പിച്ച വ്യക്തിത്വമാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യനെ, ഒരു ജീവുള്ളവനെ, മുസ്ലിമാവട്ടെ അവകാശിയല്ലാത്ത, അതിനർഹനല്ലാത്ത, കൊലപ്പെടാൻ അർഹനല്ലാത്ത ഒരു ജീവനെ നശിപ്പിച്ചാൽ ലോകത്തിലുള്ള സർവ്വ മനുഷ്യന്മാരെ നശിപ്പിച്ചതിന് തുല്യമാണെന്നാണ് ഖുർആൻ പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ ഒരു മനുഷ്യനെ ജീവിപ്പിച്ചാൽ, അഥവാ മരണപ്പെടാൻ പോകുന്ന ഒരു വ്യക്തിയെ ജീവിപ്പിച്ചാൽ, അവനെ സംരക്ഷിച്ചാൽ, അവൻ അപകടത്തിൽ നിന്നിട്ട് രക്ഷിച്ചാൽ, അവൻ ലോകത്തിലുള്ളവരെ എല്ലാം സഹായിച്ച, ജീവിപ്പിച്ച വ്യക്തിയെ പോലെയാണ് എന്നാണ് ഖുർആൻ പ്രഖ്യാപിച്ചത്. അങ്ങനെയുള്ള മതത്തിന്റെ ഉടമയാണ് നാം. അങ്ങനെയുള്ള നേതാവായ മുഹമ്മദ് നബിയുടെ അനുചരന്മാരാണ് നാം. നാം മറ്റുള്ളവരുടെ മുമ്പിൽ പരാക്രമികളായി മാറിപ്പോകരുത്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ മതത്തിലേക്ക് നമ്മുടെ പ്രവർത്തനം കണ്ടിട്ട് വരുന്നതിന് മുമ്പ് നമ്മുടെ മതത്തിൽ നിന്നിട്ട് വ്യതിചലിക്കാൻ നാം കാരണക്കാരായി തീർന്നു പോകരുത്. ഇതെല്ലാം ബാംഗ്ലൂരിൽ സംഭവിച്ച സംഭവത്തിലേക്ക് മാത്രം സൂചന നൽകുകയല്ല ഞാൻ, മറിച്ച് ലോകത്തിൽ എവിടെയാണെങ്കിലും മുസ്ലിംകൾ എവിടെ ജീവിക്കുകയാണെങ്കിൽ അവിടെയെല്ലാം നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നാം മാതൃകയുള്ളവരായി
പറയണം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കതീറ. നിങ്ങളുടെ ദൂതരിൽ നിങ്ങൾക്ക് നല്ല മെച്ചപ്പെട്ട നല്ല മാതൃകയുണ്ട്. ആ മാതൃക നിങ്ങൾ കൈക്കൊള്ളണം, അവരുടെ ജീവിതം നിങ്ങളുടെ ജീവിതമാക്കി മാറ്റണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് ഇവിടെ സ്മരണീയമാണ്. അതേ റസൂലുള്ളാഹിയോട് നമുക്ക് സ്നേഹമുണ്ട്. ലോക മുസ്ലിങ്ങൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന രൂപം അത് അവരുടെ ശരീരത്തെക്കാൾ കൂടുതൽ, ഉമ്മയേക്കാൾ, വാപ്പയേക്കാൾ, മക്കളെക്കാൾ, സന്താനങ്ങളെക്കാൾ അല്ല, സ്വന്തം ശരീരത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കണം എന്നത് ഉറപ്പാണ്. അത് നമ്മുടെ ബാധ്യതയാണ്. അതിൽ നാം വീഴ്ച വരുത്താൻ പാടുള്ളതല്ല. അതിന്റെ അർത്ഥം എന്തല്ല, നിരപരാധികളെ റസൂലുള്ളാഹിയുടെ സ്നേഹം പറഞ്ഞുകൊണ്ട് വധിക്കണമെന്നല്ല, കാർ കത്തിക്കണമെന്നല്ല, വീട് നശിപ്പിക്കണമെന്നല്ല, നശീകരണം ഉണ്ടാക്കണമെന്നല്ല, അപകടം ഉണ്ടാക്കണമെന്നല്ല. അതെല്ലാം മുസ്ലിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. മുസ്ലിങ്ങൾ അതിൽ നിന്നിട്ട് വിട്ടുനിൽക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാതൃകയുള്ള ആളായിട്ട് ജീവിച്ചിട്ട് മറ്റുള്ള ഇതര മതസ്ഥർക്ക് നാം മാതൃകയുള്ള ഉമ്മത്തുകളായിട്ട് ജീവിക്കാൻ വേണ്ടി പാടുപെടണം എന്നതുകൂടി ഇത്തരണത്തിൽ സ്മരണീയമാണ്. മദീന ഇമാം സംസാരത്തിൽ ഖുദ്സിയ ഹദീസ് ഓതുന്നതായിട്ട് കാണാം. യബ്ന ആദം ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന മിൻക വലാ ഉബാലി. അല്ലാഹു പറയുന്നു ഖുദ്സിയ ഹദീസിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹയെ തൊട്ട് വിശദീകരിക്കുന്നു. എന്താണ് അല്ലാഹു പറയുന്നത്? ഏ ആദമിന്റെ മകനെ, ഇന്നക മാ ദഅൗതനി വറജൗതനി, നീ എന്നോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, നീ എന്നെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഗഫർതു ലക, നിനക്ക് ഞാൻ മാഫി ചെയ്തു തരുന്നതാണ്. അലാ മാ കാന മിൻക, നിന്നിൽ നിന്നിട്ട് വന്നു പോയതായ എല്ലാ പാപങ്ങളിൽ നിന്നിട്ടും വലാ ഉബാലി, ഞാൻ കൂട്ടാക്കുന്നതല്ല. യബ്ന ആദം, ഏ ആദമിന്റെ മകനെ, ലോ ബലഗതു ദുനൂബുക അനാനസ് സമാ, ആകാശം വരെ, ആകാശത്തിന്റെ അതിരുവരേക്കും നിന്റെ പാപങ്ങൾ വർദ്ധിച്ച് എത്തിയാൽ, തുമ്മസ്തഗ്ഫർതനി, പിന്നെ നീ എന്നോട് മാഫി ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ, ഗഫർതു ലക, ഞാൻ നിനക്ക് മാഫി ചെയ്തു തരും. യബ്ന ആദം, ഏ ആദമിന്റെ സന്തതി, ലോ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ, ഭൂമി മുഴുവനും നീ ദോഷവുമായി എന്നിലേക്ക് വന്നു, എന്നിട്ടോ തുമ്മ ലഖീതനി ലാ തുശ്രികു ബില്ലാഹി ശൈആ, പക്ഷേ നീ എന്റെ കൂടെ എന്റെ ശിട്ടികളിൽ നിന്നിട്ട് ആരെയും പങ്കു ചേർത്തില്ല, ആരെയും വിളിച്ചു പ്രാർത്ഥിച്ചില്ല, ആർക്കും നേർച്ചയാക്കിയില്ല, ആർക്കും അർത്തില്ല, എന്നെ മാത്രം ആരാധിച്ചു, എന്നോട് മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചു, എന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചു, എന്നിലേക്ക് ബരമേൽപ്പിച്ചു. ഇബ്രാഹിം നബി ഇസ്ലാം പറഞ്ഞതുപോലെ, അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഞാൻ അല്ലാഹുവിന് കീഴടങ്ങി അനുസരിച്ചു എന്ന് മഹാനായ ഇബ്രാഹിം അലി ഇസ്ലാം പറഞ്ഞതുപോലെ, ആ അല്ലാഹുവിന് കീഴടങ്ങിയതായ വ്യക്തിയായി മാറിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നിനക്ക് ആ ഭൂമി നിറയെ നിനക്ക് മഗ്ഫിറത്തുമായി ഞാൻ നിന്നിലേക്ക് ചെല്ലുമെന്ന് അല്ലാഹു പറഞ്ഞതായ ഖുദ്സിയ ഹദീസിനെ ഓതിയും കൊണ്ടായിരുന്നു മദീന ഇമാം സമാപിച്ചത്. ഓതുകയുണ്ടായി മദീന ഇമാം, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, വകൂനു മഅസ് സാദിഖീൻ, സത്യസന്ധരോടുകൂടി നിങ്ങൾ ജീവിക്കുക, നിങ്ങൾ സത്യസന്ധരായി ജീവിക്കുക. അപ്പോൾ നാം സത്യസന്ധരായി ജീവിക്കാൻ, ക്ഷമ കൈകൊണ്ട് ജീവിക്കാൻ, ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ അറിഞ്ഞ് ജീവിക്കാൻ, ഒറ്റപ്പെട്ടതായ ഭിന്നിച്ച് ജീവിക്കുന്ന രൂപത്തിലുള്ള ജീവിതം മാറ്റിവെക്കാൻ, എന്നിട്ട് ഐക്യത്തോടു കൂടി തൗഹീദിന്റെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ ഏകീകരിച്ച് ജീവിക്കാൻ, ഒറ്റക്കെട്ടായി മുന്നോട്ട് കുതിക്കുന്നതായ ഒരു സമൂഹമായി മാറാൻ നാം പരിശ്രമിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കും നാം മാതൃകയുള്ളവരായി മാറും. നമ്മെ കണ്ടിട്ട് മറ്റുള്ളവർ ഇസ്ലാമിലേക്ക് വരാൻ കാരണമായി തീരും. ആ രൂപത്തിൽ ജീവിക്കാനുള്ളതായ തൗഫീഖ് നമുക്ക് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുമ്മ മൻ അറാദനാ വഅറാദൽ ഇസ്ലാം വൽ മുസ്ലിമീൻ സൂഅൻ, അല്ലാഹുമ്മ മൻ അറാദനാ വഅറാദൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅറാദ ബിലാദൽ ഹറമൈൻ വഅറാദ ഉലമാ വഹുക്കാമ ബിലാദൽ ഹറമൈൻ സൂഅൻ, അല്ലാഹുമ്മ ഫഅശ്ഗിൽഹു ഫീ നഫ്സി വജഅൽ തദ്ബീറഹു തദ്മീറഹു യാ ഹയ്യു യാ ഖയ്യൂം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക കുല്ല മാ സഅലക ബിഹി അബ്ദുക വനബിയ്യുക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വനസ്തഈദുക മിൻ കുല്ലി മാ ഇസ്തആദക മിൻഹു അബ്ദുക വനബിയ്യുക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നസ്അലുക അൽ ജന്നത വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ ونعوذ بك من النار وما قرب إليها من قول أو عمل. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.